വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കരിമുകൾ, പ്രഭാത് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊച്ചി. You are watching 24. കൽപ്പറ്റയെ ആവേശക്കടലിലാക്കിയ രാഹുൽ ഗാന്ധിയുടെ വരവും ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റ പ്രഖ്യാപനവും താൻ CPM-നെതിരെ ഒരു വാക്കുപോലും പറയില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ പ്രസ്താവനയ്ക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങളാണുള്ളത്? നമ്പർ 1 ശത്രു നരേന്ദ്രമോദി എന്ന പ്രഖ്യാപനത്തിനും അപ്പുറം എന്തായിരിക്കും ഇനി UDF നേതൃത്വം കേരളത്തിലെടുക്കാൻ പോകുന്ന നിലപാട്? അതിൽ വ്യക്തത ഇനിയും വരാനുണ്ട്. നിലവിൽ റോസക്കുട്ടിച്ചത് ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ചർച്ചയുടെ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ UDF നേതൃത്വത്തിന്റെ നാവിനെ വിലങ്ങിടാൻ ഒരുപക്ഷെ ഈ സ്റ്റേറ്റ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ? അതൊരിക്കലും ഇല്ല. ഈ സ്റ്റേറ്റ്മെന്റ് അതിൻ്റെതായ അർത്ഥത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളും. ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന CPM-നെതിരായ നിലപാട് ഞങ്ങൾ എടുക്കും. CPI-ക്കെതിരായ നിലപാട് ഞങ്ങൾ ഇവിടെ എടുക്കുമെന്നുള്ളത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ലല്ലോ ഞങ്ങൾക്കൊക്കെ ഉള്ളത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ഒക്കെ ആക്ഷേപിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ എന്നും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നേരിടുമ്പോഴും ഒരു പ്രതികരണവും അദ്ദേഹം നടത്താറില്ല. അതേസമയം അദ്ദേഹം അച്യുതാനന്ദൻ ഇവിടെ നടത്തിയ പ്രസ്താവനം അതറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി മാന്യനായതുകൊണ്ട്, രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ സംസ്കാരമുള്ളതുകൊണ്ട് അവർക്കെതിരെ 3000 കോടി പ്രതിമ ഉണ്ടാക്കിയപ്പോൾ പാവപ്പെട്ടവർക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. ആ ഭരണം കണ്ടിട്ട് രാഹുൽ ഗാന്ധി ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇത് പിണറായി സർക്കാരിനെ കുറിച്ചുള്ള ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയാത്തത്. സമാനമായ രീതിയിലാണ് രാഹുൽ ഗാന്ധി പിണറായി സർക്കാരിനെതിരെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഞാൻ ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ പറയില്ല. അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക അദ്ദേഹമാണ് ഇവിടെ ഞങ്ങൾക്ക് അപ്രൂവൽ തന്നിരിക്കുന്നത്. അദ്ദേഹമാണ് ഇവിടെ മത്സരിക്കുന്നു എന്ന് പറയുന്നത്. ഞങ്ങളാരും അല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേ ഇവിടെ CPM-നെതിരായി CPI-ക്കെതിരായി ജനങ്ങൾ വിലയിരുത്താനുള്ള ബോധം ജനങ്ങൾക്കുള്ളത് കൊണ്ട് ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒന്നും പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രു മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി ഞങ്ങൾ കേരളത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിലപാടെടുക്കും. ഞങ്ങൾ അതിശക്തമായി പ്രതികരിക്കും. അതിനുള്ള സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ മറുപടി എന്ന് പറയുന്നത്, ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള മുദ്രാവാക്യമാണ്. ഇതിന് ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും നിലപാട് സ്വീകരിച്ച അല്ല, പൊതുവെ പറഞ്ഞുതരാം. വയനാട്ടിലെ വിഷയം പറഞ്ഞുതരാം. ഇത് പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടല്ലോ. ഈ നിലപാട് സ്വീകരിക്കുമ്പോ ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് ഈ ഫാസിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരടക്കമുള്ള നേതാക്കന്മാർ ഒരു ജാഥ നയിച്ചത് ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിനെതിരായിട്ടാണ്. ഈ സംഘപരിവാർ ഫാസിസത്തിനെതിരായി ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കുന്ന ശക്തമായ നിലപാട്, ഈ നിലപാടുകളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ജനപക്ഷത്ത് നിൽക്കുന്ന 4 മിഷനുകൾ വെച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ഈ ആഗോളീകരണ കാലഘട്ടത്തിലും ജീവിത നിലവാരം ഉയർത്തി പലതും കടന്നുപോയി. ആ ഘട്ടത്തിൽ ഈ നാടിനകത്ത് വ്യക്തമായ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷം രണ്ടാമത് രാഹുൽ ഗാന്ധിയെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് 2004-ലെ 1ാം UPA ഗവൺമെന്റ് കോൺഗ്രസ് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് 64 ഇടതുപക്ഷ MP-മാരുടെ പിന്തുണയോടുകൂടിയാണ് ഉണ്ടായത്. 64 ഇടതുപക്ഷ പിന്തുണ. ഇന്നും ഈ കേരളത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും വ്യക്തമായിട്ട് ഇവിടുത്തെ കോൺഗ്രസിന് അറിയില്ലെങ്കിലും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ അറിയാം. ഈ ഇന്ത്യയിലെ കോൺഗ്രസ് MP-മാരെക്കാൾ കൂടുതൽ വിശ്വസിക്കാൻ കഴിയുക ഇടതുപക്ഷ MP-മാരെയാണ്. കാരണം ഇടതുപക്ഷ MP-മാർ വന്നു കഴിഞ്ഞാൽ അവിടെ നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ പണം കണ്ടു കഴിഞ്ഞാൽ പോകില്ല. കേരളത്തിൽ നിന്ന്
ഈ പറയുന്ന സീറ്റുകളിലൊക്കെ തന്നെ ഇടതുപക്ഷം വിജയിച്ചു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന മതേതര മുന്നണി ഉണ്ടാക്കുമ്പോൾ ഒരു പക്ഷേ അവിടെ ഈ ഇടതുപക്ഷത്തിന്റെ സഹായം വേണ്ടി വരും എന്ന വ്യക്തമായ ലീഗിന്റെ ശബ്ദം പറഞ്ഞോ. ഇദ്ദേഹം പറഞ്ഞ കാര്യത്തില് ഇപ്പൊ 2004 അന്ന് 64 എംപിമാരുണ്ടായിരുന്നു, പിന്തുണ സത്യമാണ്. ഇപ്പോഴത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കേരളത്തിന് പുറത്തു നിന്ന് ഒരു സ്ഥലത്തു നിന്ന് പോലും MP വരാൻ പോകുന്നില്ല. പക്ഷേ കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ UDF പറയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അത് എടുത്തു പറഞ്ഞു, ഞാൻ പറയില്ല എന്നുള്ളത്. പ്രസിഡന്റാണ്. വയനാട് സ്ഥാനാർത്ഥി എന്നതിനപ്പുറം ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്ന മികച്ച സ്ഥാനാർത്ഥി ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഇവിടെ വയനാട്ടിൽ വന്ന് CPM-നെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നീലഗിരി ചെല്ലുമ്പോ ഈ തൊട്ടപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് അവര് വോട്ട് വാങ്ങുന്നത്. അവിടെ വോട്ട് വാങ്ങുന്നത് അങ്ങനെ വോട്ട് വാങ്ങുമ്പോൾ ഇവിടെ ഒരു അഭിപ്രായം, അവിടെ അഭിപ്രായം പറയാൻ കഴിയില്ല. ഈ വിഷയം നന്നായി മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ വിഷയം ദേശീയ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ലീഗിന്റെ അഖിലേന്ത്യാ നേതാവ് ഈ സംസാരിക്കുന്ന ഷൈജന്റെ ലീഗിന്റെ അഖിലേന്ത്യാ നേതാവ് ഖാദർ മൊയ്തീൻ പറഞ്ഞത് ഇന്ത്യയിലെ ഇടതുപക്ഷമുള്ളിടത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കൂ. ഖാദർ മൊയ്തീൻ പറഞ്ഞത് ഇന്ത്യയിലെ ഇടതുപക്ഷമുള്ളിടത്ത് ജീവിക്കാൻ സാധിക്കുമെന്ന് ലീഗിന്റെ നേതാവ്. പിന്നെ വയനാട് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോ നോമിനേഷൻ കൊടുക്കാൻ ചെങ്കൊടിയും എടുത്തിട്ടാണ് CPM തിരിച്ചു വരാം. എൻകൗണ്ടർ കൽപ്പറ്റയിൽ. This is 24. Warriors